നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നത്തെ ഈ ദിവസത്തോടെ ഇനി എൻ്റെ കുഞ്ഞേച്ചിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലാതാവുകയാണ്. കാർത്തിക ഇന്നു മുതൽ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ എന്തൊക്കെ കാണിക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി കരുത്തോടെ അവൾ ഈ വീട് ഭരിക്കും. ആരായാലും നന്മയുള്ളവരാ, അതുകൊണ്ടാ ആരെങ്കിലൊക്കെ രക്ഷക്കായിട്ട് എത്തുന്നേ. ഒരു സ്ത്രീയാ, പാവം, എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വന്നായിരിക്കും. വീട്ടിലൊന്നും അറിഞ്ഞ കാണില്ലായിരിക്കും അല്ലേ? അതെ, ഈ ആക്സിഡന്റായ സ്ത്രീയുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷേ അവരുടെ ഫോൺ എന്റെ കയ്യിലുണ്ട്. എവിടെ എവിടെ കാണിച്ച്? ആ, ഇത് ലോക്കാണല്ലോ. ആ, ഞാനും ഒന്ന് നോക്കിയായിരുന്നു തുറക്കാൻ. ഏതെങ്കിലും നമ്പർ വിളിച്ച് കാര്യം പറയാൻ നോക്കിയതാ. ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുമെന്ന് നോക്കാം. വിളിച്ചാ കാര്യം പറയാം. ആ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? പേഷ്യന്റിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ട് പോയാ മതി. ആ, ഇത് തന്നെയാ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കാൻ മടിക്കുന്നത്. സാർ എന്തായാലും സഹായിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. കുറച്ചു നേരത്തേക്ക് സാറിന് ക്ഷമിക്ക്. പെട്ടല്ലേ? ആ, എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. പോകുന്ന വഴിയിൽ നല്ലൊരു ബ്ലോക്കിൽ പെട്ടാലും നമ്മുടെയൊക്കെ സമയം നഷ്ടപ്പെടും. ആ, അതെ. അപ്പൊ അങ്ങനെ കരുതിയാൽ മതി. അല്ല, ശരിക്കും ഇത് എവിടെ വെച്ചാ സംഭവിക്കുന്നത്? ഇടിച്ച വാഹനത്തിന്റെ ആൾക്കാരെ വല്ലതും കണ്ടോ? ഏയ്, അവര് നിർത്തിയില്ല. ആക്ച്വലി ഞാനിവിടെ വരുന്നത്. അതെ, ആ, ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കണം. ആ, എന്നാ പിന്നെ ഞാനിത് വാങ്ങിച്ചോണ്ട് വരാം. ആ, ചിലപ്പോ അങ്ങനെയാ. നമുക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലും നമുക്ക് സഹായിക്കേണ്ടതായിട്ട് വരും. അകത്ത് കിടക്കുന്നത് നമ്മുടെ ഒറ്റവരോ ഉടയവരോ അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി ഓടേണ്ടിയും വരാം. അതെ, ഇവിടെ ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന സ്ത്രീയുടെ ബന്ധുവാണോ? അല്ല, എൻ്റെ ആരുമല്ല. കൊണ്ടുവന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ. ആ, ആള് എന്തോ മരുന്ന് പഠിക്കാനായിട്ട് പോയിപ്പോ. ശരി. അമ്മയും കാണാനില്ല, ശാരദാമ്മയും കാണാനില്ല. എന്തായാലും ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം. എവിടെ എത്തിയെന്നെങ്കിലും അറിയാലോ. ആ ഫോൺ നോക്കി. ഹലോ ഹലോ ഹലോ, ഇതാരാ? ഞാൻ സത്യ. ഞാൻ എന്റെ അമ്മേനെയാണല്ലോ വിളിച്ചത്. ഇതാരാ സംസാരിക്കുന്നേ? മോളെ സത്യ, വീട്ടില് മുതിർന്നവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഇതിപ്പോ ആരാ സംസാരിക്കുന്നേ? എന്റെ അമ്മ എന്തിയേ? മോടെ അമ്മയ്ക്ക് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. അയ്യോ, ആക്സിഡന്റോ? വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മ മയക്കത്തില്ല. മോൾ ഈ കാര്യം വേറെ ആരോടെങ്കിലും ഒന്ന് പറയോ? അയ്യോ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കിപ്പൊ എന്റെ അമ്മയെ കാണണം. അയ്യോ മോള് പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. മോള് ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. എന്നിട്ട് നിർമ്മല ഹോസ്പിറ്റലിലേക്കൊന്ന് വരാൻ പറയണം. വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരോടാ പറയാ? ശാരദാമ്മയെ വിളിച്ചു പറയാം. എന്റെ അമ്മയ്ക്കൊന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരാവശ്യത്തിന് വിളിച്ച ശാരദാമ്മ കിട്ടില്ല. ആ, ശ്യാമാന്റി വിളിച്ചു പറയാം.
ഇന്നത്തെ ഈ ദിവസത്തോടെ ഇനി എൻ്റെ കുഞ്ഞേച്ചിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലാതാവുകയാണ്. കാർത്തിക ഇന്നു മുതൽ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവൾ എന്തൊക്കെ കാണിക്കുന്നോ അതിന്റെ 10 ഇരട്ടി കരുത്തോടെ അവൾ ഈ വീട് ഭരിക്കും. ഇനി ഇത് മുടക്കാൻ ഒരു വഴിയുമില്ലേ ഭഗവാനെ? ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിൽ വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വഴി ഇത് നടക്കാതിരിക്കാൻ ഉണ്ടാക്കി തരണേ കൃഷ്ണ. അമ്മേ, നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാൻ ഒരുങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? അമ്മ ഒരുങ്ങുമ്പോ ഞാൻ ഒരുങ്ങിക്കോളാന്ന്. വിഷ്ണുവച്ചന് പോലും ഇഷ്ടമല്ലാത്ത കല്യാണ, നമുക്ക് പോണ്ടമ്മേ. കല്യാണത്തിന് പോകുന്ന കാര്യം ചിന്തിക്കാതെ കല്യാണം നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുമോളെ. കല്യാണം നടന്നാലല്ലേ പോവേണ്ടതുള്ളൂ. ഇനി എങ്ങനെ മുടങ്ങാനാ അമ്മേ? മണ്ഡപത്തിൽ മൊത്തം ഒരുക്കിന്നാ രമണനങ്കിള് വന്ന് പറഞ്ഞേ. ഇനി മുഹൂർത്ത സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാലോ? ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാർത്തികാഞ്ചിയുടെ തല്ലും കുത്തും കൊണ്ട് നമ്മുടെ ജീവിതം പോക്കാ. അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ. മോളുടെ ചേച്ചിയമ്മ എന്തെങ്കിലും ഒരു തെളിവായി വന്ന് കാർത്തികേയന്റെ പൂട്ടിയ പിന്നെ കല്യാണം നടക്കില്ലല്ലോ. അങ്ങനെ പൂട്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ഞാൻ ഒന്നും കൂടി കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. സത്യമാണല്ലോ. പപ്പി പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞ് പോവുകയും ചെയ്തു. ഹലോ, ശ്യാമാന്റിയാണോ? ആ അതെ മോളെ. ആ മോളെ, പപ്പി പൂജാമുറിയിലേക്ക് പോയല്ലോ. അല്ല, ഞാൻ കൊണ്ടുപോയി കൊടുക്കണോ? ശ്യാമാന്റി എന്റെ അമ്മ. മോളെ, മോളെ നീ എന്തിനാ കരയുന്നേ? അല്ല, അമ്മ എവിടെ പോയെന്നാ പറഞ്ഞേ? അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി. അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാ ശ്യാമാന്റി. എന്താ മോളെ? അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? ആക്സിഡന്റ് ആയെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. എനിക്കെന്റെ അമ്മയെ കാണണം ആന്റി, എനിക്കെന്റെ അമ്മയെ കാണണം. മോള് കരയാതെ. മോള് ശാരദാമ്മയ്ക്ക് ഫോൺ കൊടുത്തേ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ശാരദാമ്മ വെളുപ്പിന് ഏതൊരു അമ്പലത്തിൽ പോയതാ. എനിക്കാണെങ്കിൽ ഇത് കേട്ട് പേടിയാവുക. മുത്തശ്ശന് ഇവിടെ ഇല്ല. മോള് പേടിക്കാതെ. മോളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ശ്യാമാൻറ്റി പപ്പിമോളെയും കൂട്ടി ഇപ്പൊ തന്നെ അങ്ങ് വരാം. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. മോള് സങ്കടപ്പെടണ്ട. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ശ്യാമാൻറ്റി ഇപ്പൊ തന്നെ വരാവേ. ഈശ്വര, അമ്മയ്ക്ക് എന്ത് പറ്റിയതാണാവോ? എന്റെ ഈശ്വരന്മാരെ, എന്റെ കുഞ്ഞേച്ചിക്ക് ഒരാപത്ത് വരുത്തല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.